ഹലോ ഗൈസ്, മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് വനം വകുപ്പിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതായത് സൗത്ത് ആൻഡമാനിലേക്കും അതുപോലെ തന്നെ നോർത്ത് ആൻഡമാനിലേക്കുമാണ് ഇപ്പോൾ വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് സൗത്ത് ആൻഡമാനിലേക്കുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് 300-ലധികം വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ വിളിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/4/2026 വരെയാണ്. സോ ഓൺലൈൻ വഴിയാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന പേ മെട്രിക്സ്, അതായത് ലെവൽ 1 പേ മെട്രിക്സ് ആണ് പറയുന്നത്. 18,000 രൂപ തൊട്ട് 56,900 രൂപ വരെയാണ് ഇവിടെ സാലറി പറയുന്നത്. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മസ്ദൂർ വേക്കൻസിയിലേക്ക് 296ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഓരോ പോസ്റ്റിന്റെയും അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഗ്രൂപ്പ് സി നോൺ മിനിസ്ട്രൽ പോസ്റ്റ് ആണ്. അതായത് ഗ്രേഡർ ബെൽറ്റ്മാൻ പോലുള്ള പോസ്റ്റിലേക്ക് 52 വേക്കൻസീസ് ആണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ST കാൻഡിഡേറ്റ്സിന് 5 വർഷം ഏജ് റിലാക്സേഷനും അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം ഏജ് റിലാക്സേഷനും ഇവിടെ പറയുന്നുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്ദൂർ പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈ ആവണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാഫ്മാൻ പോസ്റ്റിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ സ്വിമ്മിങ്ങും ഡ്രൈവിംഗും അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ട്രേഡ് ടെസ്റ്റും ക്വാളിഫൈ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റുകളിലേക്ക്, അതായത് ഗ്രേഡർ തൊട്ട് ഗ്രൈൻഡർ വരെയുള്ള പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ITA സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ ട്രേഡ് ടെസ്റ്റും ക്വാളിഫൈ ആവണമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റിനായിട്ട് പറയുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. വുമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ST കാൻഡിഡേറ്റ്സിനും യാതൊരു ആപ്ലിക്കേഷൻ ഫീസും ചോദിക്കുന്നില്ല. സോ ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ നോട്ടിഫിക്കേഷന്റെ PDF ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.